ഈ അടുത്ത കാലത്ത് വന്ന വാട്സപ്പിൻ്റെ പുതിയ ഒരു അപ്ഡേഷന് ശേഷം നമുക്ക് പരമാവധി 5 പേർക്ക് മാത്രമേ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒരേ സമയത്ത് ഷെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ വീണ്ടും അടുത്തതായി സെലക്ട് ചെയ്ത് 5 പേരെ സെലക്ട് ചെയ്ത് അയക്കണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വാട്സപ്പിനെ നിങ്ങളുടെ ഒരു പരസ്യത്തിന് ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പിറന്നാളോ അല്ലെങ്കിൽ ഒരു ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരെ ക്ഷണിക്കണമെങ്കിലോ ഒക്കെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് വാട്സപ്പ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പുതിയ അപ്ഡേറ്റിന് ശേഷം നമുക്ക് ഒരു 5-ൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 100-ഓ 150-ഓ ആളുകൾക്ക് ഒരേ മെസ്സേജ് ഒരേ സമയത്ത് അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് ഈ കാര്യത്തിൽ നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വ്യാപാരി സുഹൃത്തുക്കൾ അവരുടെ കടയിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷനെ കുറിച്ച് അല്ലെങ്കിൽ പുതിയ സ്റ്റോക്കിനെ കുറിച്ചൊക്കെ തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അതുപോലെ തന്നെ തങ്ങളുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുന്നതിന് വാട്സപ്പ് വളരെ നല്ല ഒരു ഉപാധിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വെറും 5 പേർക്ക് മാത്രം അയക്കാൻ സാധിക്കുന്ന ഈ സംവിധാനത്തിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകളിൽ എത്തിക്കുക എന്നുള്ളത്. അതിനുള്ള ഒരു പുതിയ സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ മനോജ് കരോളി. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. വാട്സപ്പിൽ തന്നെ ഉള്ള ബ്രോഡ്കാസ്റ്റിംഗ് എന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 256 പേർക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ ഫോട്ടോ അല്ലെങ്കിൽ എന്ത് ഡാറ്റയാണോ നിങ്ങൾ അല്ലെങ്കിൽ എന്ത് മെസ്സേജാണോ നിങ്ങൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ മറ്റുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലും എത്തിക്കാവുന്ന ഒരു സംവിധാനമാണ് വാട്സപ്പിലുള്ള ബ്രോഡ്കാസ്റ്റിംഗ് എന്ന സംവിധാനം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പറയുന്നത്. ആദ്യമായി വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ മുകളിലുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് അതിൽ ന്യൂ ബ്രോഡ്കാസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ള മുഴുവൻ ആളുകളുടെ പേരും ഇതുപോലെ കിട്ടും. ഇതിൽ നിന്നും നിങ്ങൾ ഈ മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ മുഴുവൻ സെലക്ട് ചെയ്യാം. ഇതിൽ 256 ആളുകളെ വരെ നിങ്ങൾക്ക് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താം. ഇങ്ങനെ എത്ര ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർമ്മിക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇത് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പാണ്. ഈ 3 പേരുടെ പേരടിച്ചു. അതിനുശേഷം ആ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ 3 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇതായി. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇനിയും ആളുകളെ ആഡ് ചെയ്യാം. അതിന് നമ്മൾ ആ മുകളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് ഓപ്ഷൻസ് കിട്ടും. ഇതിൽ മുകളിൽ ആഡ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പുതിയ ആളുകളെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിൽ ആരെയാണോ വേണ്ടത് അവരുടെ പേര് നൽകി സെർച്ച് ചെയ്ത് അങ്ങനെ ആഡ് ചെയ്യാം. അതിലുള്ള ആളുകളെ വേണമെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കാം. ഒപ്പം തന്നെ അതിൽ എഡിറ്റ് എന്നുള്ള പെന്നിൻ്റെ ചിത്രമുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന് നിങ്ങൾക്ക് പേര് നൽകാം. ഞാനിപ്പോൾ ഇവിടെ ന്യൂ ടെസ്റ്റിംഗ് എന്നുള്ള ഒരു പേരാണ് നൽകുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എങ്ങനെ ഒരു മെസ്സേജ് അയക്കാം എന്ന് നോക്കാം. അതിന് താഴെ അറ്റാച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും നമ്മളൊരു ഫോട്ടോ സെലക്ട് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഈ ഫോട്ടോ സെലക്ട് ചെയ്തു. ഇത് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഈ മെസ്സേജ് പോവുകയും അവർക്ക് ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്യും. എനിക്ക് ആകെ ഈ മെസ്സേജ് അയക്കുന്നതിന് ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ എനിക്ക് ഇത്രയും ആളുകൾക്ക് മെസ്സേജ് അയക്കാൻ സാധിക്കും. നിങ്ങൾ ഇത് ഒറ്റ തവണയാണ് അയക്കുന്നതെങ്കിലും ഈ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഇപ്പോൾ നിങ്ങൾ 100 പേർക്കാണ് അയക്കുന്നതെന്നിരിക്കട്ടെ, ഈ 100 പേർക്കും സെപ്പറേറ്റ് ആയി നിങ്ങളുടെ മൊബൈലിൽ നിന്നും മെസ്സേജ് വന്നതുപോലെ അവർക്ക് ലഭിക്കും. എന്നാൽ ഇത് ഒരു ഗ്രൂപ്പായിട്ട് അയച്ചിട്ടുള്ളതാണെന്ന് ഇവർ അറിയുകയുമില്ല. അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ വളരെ നല്ല ഒരു ഫീച്ചറാണ് ഈ ബ്രോഡ്കാസ്റ്റിംഗ് എന്നുള്ളത്. എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ പൂർണ്ണമായും ഫ്രീ ആണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ വീഡിയോകളും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.